കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള മേഖലയിലെ നിർമ്മാണ ജോലികൾ തടസ്സപ്പെടുത്താൻ വനം വകുപ്പിന് അധികാരമില്ലെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിധിച്ചിരുന്നു. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14 കിലോമീറ്റർ മേഖലയിലെ നിർമ്മാണ ജോലികൾക്ക് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥിനിയായ കിരൺ സിജു, കിഫ ജില്ലാ പ്രസിഡന്റുമാരായ ബബിൻ ജെയിംസ്, സിജുമോൻ ഫ്രാൻസിസ്, ഇരുമ്പുപാലം സ്വദേശി മീരാൻ എന്നിവർ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുണ്ടായത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഉത്തരവ് മറികടക്കാൻ വനംവകുപ്പ് ശ്രമം നടത്തിയാൽ അതിനെതിരെ ജില്ലയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഹർജിക്കാർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോടതിയിലെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ പറ്റി. ഈ വിധി പൂർണ്ണമായും ഇവിടുത്തെ മലയാള ജനതയ്ക്ക് കിഫ സമർപ്പിക്കുമ്പോൾ തന്നെ അല്പം ആശങ്കയോടുകൂടിയാണ് ഈ വിധിയെ നമ്മൾ നോക്കിക്കാണുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സമാന്തര സർക്കാരായിട്ട് നിൽക്കുന്ന വനംവകുപ്പ് ഇതിന് മേളിൽ ഒരു സുപ്രീം കോടതിയിൽ പോകാനുള്ള സാഹചര്യം നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡ് വഴി അനന്തമായി നീണ്ടു പോകാനും അതുവഴി നമുക്ക് നാളെ കൂടുതൽ കോടതി വ്യവഹാരങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അത്തരമൊരു നീക്കമുണ്ടായാൽ അതിൽ ഗൗരവകരമായ ഇടപെടൽ നടത്തണമെന്നും ഹർജിക്കാർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇല്ലാത്ത നിയമത്തിന്റെ പേരിൽ അധികാരം സ്ഥാപിക്കുന്ന വനംവകുപ്പിന് ലഭിച്ച പ്രഹരമാണ് ഇപ്പോഴത്തെ കോടതി വിധി. ജനദ്രോഹ നിലപാടുകളിൽ നിന്നും വനംവകുപ്പ് വിട്ടുനിൽക്കണം. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് 100 അടി വീതിയിൽ റോഡ് തിരിച്ചിടണമെന്നും ഹർജിക്കാർ ആവശ്യമുന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.